നികുതി ഈടാക്കുന്ന പകൽക്കൊള്ള കർണാടക മോട്ടോർ വാഹന വകുപ്പ് വീണ്ടും തുടങ്ങി. കുരുടവേളയ്ക്ക് ശേഷം നികുതിക്കുള്ള കർണാടക സർക്കാർ വീണ്ടും ശക്തമാക്കിയിരിക്കുകയാണ്. ആജീവനാന്ത നികുതി പിരിവ് കർണാടക തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ മനോരമ ന്യൂസ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്ന് കേരളത്തിൽ നിന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണറും ഗതാഗത മന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. കേരള വാഹനങ്ങൾക്ക് നികുതി പിരിവ് ഇളവ് അനുവദിക്കുമെന്ന മന്ത്രിതല ചർച്ചയിൽ കർണാടക ഉറപ്പു നൽകിയതുമാണ്. പക്ഷേ സർക്കാർ തലത്തിലുണ്ടാക്കിയ ഈ ധാരണ തെറ്റിച്ചാണ് വീണ്ടും നികുതി പിരിവ് തുടങ്ങിയത്. അനുകൂലമായ വിധി ആ കേസിൽ വരാൻ സാധ്യതയുണ്ടെന്ന് നമ്മളെക്കാൾ കർണാടക ഗവൺമെന്റ് ബോധ്യം ഉണ്ടായിരിക്കാം. അതായിരിക്കണം ഒരു വിധി വരുന്നതിന് മുൻപ് കഴിയാവുന്നിടത്തോളം വാഹനങ്ങളെ പിടിച്ച് കഴിയുന്നത്ര വരുമാനം ഈ വഴി സ്വരുക്കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു നീക്കമാണെന്ന് അറിയില്ല. ആജീവനാന്ത നികുതി അടയ്ക്കണമെന്ന നിയമം ചോദ്യം ചെയ്ത് നോൺ കർണാടക വെഹിക്കിൾ അസോസിയേഷൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആജീവനാന്ത നികുതിക്ക് പകരം ഹ്രസ്വകാല നികുതി അടയ്ക്കുന്നതിനുള്ള സൗകര്യം വേണമെന്നാണ് ഇവരുടെ ആവശ്യം. 30 ദിവസത്തിലധികം കർണാടകയിൽ അന്യസംസ്ഥാന രജിസ്ട്രേഷൻ വാഹനങ്ങൾ ഓടിച്ചാൽ ആജീവനാന്ത നികുതി എന്നതാണ് ഇവിടുത്തെ നിയമം. എന്നാൽ RTO ഉദ്യോഗസ്ഥർ ഭയന്ന് ഒരു ദിവസം പോലും അന്യസംസ്ഥാന വാഹനങ്ങൾ ഇവിടുത്തെ നിരത്തിൽ ഇറങ്ങാറില്ല. വി രജിത്, മനോരമ ന്യൂസ്, ബംഗളൂരു. ഓണം കഴിഞ്ഞിട്ടും